നമസ്കാരം സർ. നമസ്തേ ഐശ്വര്യ. സർ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന ഒരു ഗർഭധാരണവും അലസൽ വിലാപകാവ്യങ്ങളും ഒക്കെ ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതെ. അപ്പൊ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ സുപ്രീം കോടതിയിലേക്ക് അവര് പോയൊരു കേസിൽ അവരുടെ ഒരു സുപ്രീം കോടതിയുടെ ഒരു ഏറെ സങ്കടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ അതെ. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. അപ്പോ അതേ സമയത്ത് തന്നെ ഇപ്പോ മറ്റൊരു അതിജീവിത അല്ലെങ്കിൽ ഇല എന്ന് പറയുന്ന നമ്മൾ ലേബൽ കൊടുക്കുന്ന ആ ഒരു വൃത്തികെട്ട സങ്കല്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിജീവിതയല്ല, ഞാൻ അതിജീവിതയല്ല, ഞാൻ ആശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ധൈര്യസമേതം പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്തയും കൂടി നമ്മൾ കണ്ടു. അതെ. അതെ. ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ രണ്ട് രണ്ട് സംഭവങ്ങളും നമ്മൾ ജീവിക്കുന്ന കോണ്ടംപററി വേൾഡിന്റെ രണ്ട് ഫേസസ് ആണ്. ഞാനത് കാണുന്നത്. ഒന്ന് എക്സിസ്റ്റിംഗ് ഫേസും ഒന്ന് ഫ്യൂച്ചർ പ്രൊജക്ഷനുമായിട്ടാണ്. എക്സിസ്റ്റിംഗ് ഫേസ് ഹാസ് ദ ഹാങ് ഓവർ ഓഫ് ദ പാസ്റ്റ്. ഫ്യൂച്ചർ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ദ പ്രസന്റ് ആൻഡ് ദ പാസ്റ്റ്. അങ്ങനെ ഞാൻ രണ്ടും കാണുന്നത്. അപ്പൊ ഈ അതിജീവിത, ഇര, പുരുഷന്റെ ലൈംഗിക ആക്രമണത്തിന് വിധേയരായ സ്ത്രീകളെ സമൂഹവും നിയമവ്യവസ്ഥയും തുടർന്നും അവമാനിക്കുന്ന പേരുകളാണിവ. അതിജീവിത, ഇര എന്നത്. ഒരു സ്ത്രീ കൊലപാതക ശ്രമത്തിനിടെ ഗുരുതരമായി ദീർഘനാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള പരിക്കുകളോടെ രക്ഷപ്പെട്ടാലും അവർ അതിജീവിതയല്ല. അവരുടെ മുഖവും ചിലപ്പോൾ വീൽ ചെയറിലേക്ക് മാറേണ്ടി വന്ന ദുരവസ്ഥയും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റല്ല. എന്നാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൾ അതിജീവിതയാണ്, ഇരയാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീ ആണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അവൾ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അവൾ അതിജീവിതയാണ്, ഇരയാണ്. അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരുപക്ഷെ അവളെ ആക്രമിക്കുന്നതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റമായാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു അതിജീവിതരെ, അതായത് വിവാഹ ബന്ധം നിലനിൽക്കെ അന്യപുരുഷനായ രാഹുൽ മാങ്കുട്ടവുമായി സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനാണ് ദീപ ജോസഫ് എന്ന അഭിഭാഷകയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ഈ കേസിൽ കാവിയറ്റ് ആണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയായതുകൊണ്ടാകാം സുപ്രീം കോടതിയെ നേരിട്ട് സമീപിച്ചത്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നതാണ് കാവിയറ്റ് പെറ്റീഷന്റെ എസൻസ്. അതാണ് അതിന്റെ മീനിങ്. ഐ ടു ഷുഡ് ബി ഹേർഡ് ബിഫോർ എനി ഡിസിഷൻ ഈസ് മെയ്ഡ്. അപേക്ഷ തള്ളിയ സുപ്രീം കോടതി ദീപയെ ജോസഫിനോട് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അത് ന്യായം. എന്നാൽ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് ദീപ ജോസഫിനെ ശാസിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ അതിജീവിതയെ അപമാനിച്ചതിന് കണക്കിന് ശാസിച്ച കോടതി അഡ്വക്കേറ്റ് ദീപ ഉപയോഗിച്ച വാക്കുകൾ ഞെട്ടലുളവാക്കി എന്ന് പറഞ്ഞു. നിങ്ങളൊരു വനിതാ അഭിഭാഷകയല്ലേ എന്നും കോടതി ചോദിച്ചു. പുരുഷനായിരുന്നെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമായിരുന്നു എന്നും കോടതി പറഞ്ഞു. ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ്. അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ദീപ ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യം കുറ്റം ചെയ്തത് അതിജീവിതയുടെ ഭർത്താവല്ലേ? എന്തുകൊണ്ട് അയാൾക്കെതിരെ പോലീസ് കേസെടുത്തില്ല? 2, ദീപ ജോസഫ് അതിജീവിതയുടെ പേരോ അപകീർത്തികരമായ പരാമർശങ്ങളോ നടത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തത്? അപകീർത്തികരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടത് പോലീസല്ല. ആരെയാണോ അപകീർത്തിപ്പെടുത്തിയത് അവരാണ് സ്വകാര്യ അന്യായം വഴി മജിസ്ട്രേറ്റിനെ സമീപിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡിഫമേഷൻ കേസ്. നിങ്ങളൊരു വനിതാ അഡ്വക്കേറ്റ് അല്ലേ എന്നതുകൊണ്ട് സുപ്രീം കോടതി ഉദ്ദേശിച്ചത് എന്താണ്? വാസ്തവത്തിൽ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടത് സ്ത്രീകളാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ അവകാശത്തെക്കുറിച്ച് ദീപ ജോസഫിനെ ഓർമ്മിപ്പിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും സഹ ജസ്റ്റിസായ ജോയ് മല്ല ബഗാച്ചിയും പുരുഷന്മാരല്ലേ? നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാത്തത് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ദീപ ജോസഫ് ചെയ്ത അതേ കുറ്റം ഒരു പുരുഷനാണ് ചെയ്തതെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്നല്ലേ അതിന്റെ അർത്ഥം? എങ്കിൽ അതിജീവിതയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാനല്ലേ ആദ്യം ഉത്തരവിടേണ്ടത്? പ്രത്യേകിച്ച് താൻ അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്ന് ദീപ ജോസഫ് കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ച നിലയ്ക്ക്.
ഇനി ആ. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാത്തത് സ്ത്രീ ആയതുകൊണ്ടാണ് എങ്കിൽ ആ നിരീക്ഷണം തന്നെ നിയമവിരുദ്ധമല്ലേ? സ്ത്രീ ക്രിമിനൽ കുറ്റം ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്തുകൂടെ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) അനുസരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്. പ്രത്യേക നിയമം എന്നാൽ ക്രിമിനൽ കുറ്റം ചെയ്താൽ അറസ്റ്റ് ഒഴിവാക്കിയുള്ള പരിരക്ഷ അല്ല. സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടുന്നെന്ന് കോടതി പറയുമ്പോൾ വാസ്തവത്തിൽ സ്ത്രീയായ ദീപ ജോസഫിനെ കോടതി അപമാനിക്കുകയല്ലേ ചെയ്തത്? ഒരു പ്രതിയെ അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അപമാനിക്കാൻ കോടതിക്ക് അവകാശമുണ്ടോ? എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നു. സംഭവം നടന്നത് അമേരിക്കയിലാണ്. ട്രാഫിക് റൂൾ തെറ്റിച്ചുകൊണ്ട് ഒരു കാർ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് സായിപ്പാണ്. അയാൾ ഉറക്കെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ഓവർടേക്ക് ചെയ്ത കാറിന്റെ പുറകെ പാഞ്ഞു. കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം സായിപ്പ് ഓവർടേക്ക് ചെയ്ത കാറിന്റെ മുന്നിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. അട്ടഹസിച്ചുകൊണ്ടുവന്ന സായിപ്പ് തന്നെ ട്രാഫിക് നിയമം ലംഘിച്ച് ഓവർടേക്ക് ചെയ്ത് വാഹനം ഓടിച്ചിരുന്ന അപ്പോൾ ആൾ ഒരു നീഗ്രോ ആണെന്ന് മനസ്സിലാക്കി. ആ സമയത്ത് ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ഉടൻ നീഗ്രോ സായിപ്പിന്റെ പുറകെ ചെന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ തിരിച്ചു പോയത്? ഞാൻ ട്രാഫിക് നിയമം ലംഘിച്ച ആളാണ്. എന്നോടത് ചോദിക്കാനോ എന്നെ ആക്രമിക്കാനോ ആണ് നിങ്ങൾ എന്റെ പിറകെ ഇത്രയും ദൂരം വന്നത്. എന്നിട്ടും എന്നെ കണ്ടപ്പോൾ നിങ്ങൾ തിരിച്ചു പോയത് ഞാൻ കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടല്ലേ? എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട. നിങ്ങൾ എന്നോട് എന്താണ് പറയാൻ വന്നതെന്നാൽ അത് പറയൂ. എന്താണ് ചെയ്യാൻ വന്നെങ്കിൽ ഉദ്ദേശങ്ങൾ അത് ചെയ്യൂ. വർണ്ണവിവേചനത്തിന്റെ പേരിൽ തനിക്ക് സായിപ്പിന്റെ ഒരു ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കറുത്ത വർഗ്ഗക്കാരൻ സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം കണ്ടെത്തിയ ആളായിരുന്നു. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഈ സെൽഫ് റെസ്പെക്ട് കാണിക്കാതിരുന്നത്? എനിക്ക് വേണ്ടത് നീതി ന്യായവുമാണ്, കോടതിയുടെ ഔദാര്യമല്ല എന്ന്, പ്രത്യേകിച്ചും സ്ത്രീ എന്ന കാരണത്താൽ ഉണ്ടായ ഔദാര്യമല്ല എന്ന് എന്തേ പറഞ്ഞില്ല? സ്ത്രീ എന്ന ഒറ്റ കാരണത്താൽ കുറ്റം ചെയ്ത പ്രതി എന്ന് കോടതിയിലെ 2 പുരുഷ ജഡ്ജിമാർ കണ്ടെത്തിയ ദീപ ജോസഫിനെ അറസ്റ്റ് വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീയെ അപമാനിച്ചത്? സ്ത്രീ ആയതുകൊണ്ട് മാത്രം പ്രതിക്ക് ഔദാര്യം നൽകാൻ ജഡ്ജിന് ആരാണ് അധികാരം നൽകിയത്? ഈ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഡോക്ടർ ആശ ആച്ചി ജോസഫ് എന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന സ്ത്രീയുടെ വാക്കുകളെ വിലയിരുത്താൻ. 1000 ഫെമിനിസ്റ്റുകളുടെ കൂട്ടായ ശബ്ദത്തെക്കാൾ ഉയരെയാണ് വളരെ വ്യക്തതയുള്ള ആ ശബ്ദം. അത് അപമാനിക്കപ്പെട്ട സ്ത്രീയുടേതല്ല, അഭിമാനമുള്ള സ്ത്രീയുടെയാണ്. ഇരയും അതിജീവിതയുമല്ല. ഞാൻ ആശ എന്ന മലയാള മനോരമയിലെ തുറന്നെഴുത്തിലൂടെ ആശ ചെയ്തിരിക്കുന്ന ഈ ഒരു പുതിയ ചിന്താധാരണയുടെ തുടക്കമാണ്. കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയ്ക്ക് മലയാള മനോരമ ചെയ്ത ഏറ്റവും നല്ല കാര്യവുമാണത്. താൻ ആക്രമിക്കപ്പെട്ടു എന്നത് താൻ ആക്രമിക്കപ്പെട്ടു എന്നും അത് ചെയ്തത് ചലച്ചിത്ര സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് ആണെന്നുമാണ് ഡോക്ടർ ആശ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി ലൈംഗിക ആക്രമണം നടത്തിയയാളുടെ പേരും പറഞ്ഞ് ഡോക്ടർ ആശ തന്റെ കുറിപ്പ് എഴുതുന്നത്. ആക്രമിക്കപ്പെട്ട താൻ ഇരയോ അതിജീവിതയോ അല്ലെന്ന് പറയുന്നതിലൂടെ ഡോക്ടർ ആശ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടിനും എത്രയോ മുകളിലാണ് സ്ത്രീയുടെ വ്യക്തിത്വത്തെ നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ആക്രമിക്കപ്പെട്ട സ്ത്രീയെ അദൃശ്യയും അനാമികയുമാക്കി മാറ്റുന്ന ഈ വ്യവസ്ഥയാണ് വാസ്തവത്തിൽ സ്ത്രീ വിരുദ്ധത. മുഖം മറയ്ക്കപ്പെടേണ്ടത് ആക്രമിച്ച പുരുഷന്റേതാണ്. അത് അവൻ സ്വയം ചെയ്യേണ്ടതാണ്, ചെയ്ത തെറ്റിന്റെ അപമാനത്തെ ഓർത്ത്. സ്ത്രീയുടെ നിശബ്ദത ഒരിക്കലും പുരുഷാധിപത്യത്തെ തകർത്തിട്ട് ഉള്ളൂ. സ്ത്രീയുടെ നിശബ്ദത, അവര് മിണ്ടാതിരിക്കുന്നത് പുരുഷാധിപത്യത്തെ തകർത്തിട്ടില്ല എന്ന് ആശ പറയുന്നു. അത് പുരുഷാധിപത്യ സമൂഹം എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ട സ്ത്രീയെ ഇരയും അതിജീവിതയുമാക്കി മാറ്റി അദൃശ്യയും അനാമികയൊക്കെ മാറ്റുന്നത് എന്ന് അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പുരുഷന്റെ നിശബ്ദത ഒരിക്കലും സ്ത്രീക്ക് ഗുണകരമായി മാറിയിട്ടില്ല. സ്ത്രീയുടെ നിശബ്ദത ഒരിക്കലും സ്ത്രീക്ക് ഗുണകരമായി മാറിയിട്ടില്ല. അത് പുരുഷ സമൂഹം ആവശ്യപ്പെടുന്നതാണ് ആ നിശബ്ദത. അതിലേക്കാണ് ഇവർ വിരൽ ചൂണ്ടുന്നത്. ഇനി BNS ഭാരതീയ ന്യായ സംഹിതയുടെ 72-ാം വകുപ്പ് അനുസരിച്ച് റേപ്പ് വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നത് 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് കൊഗ്നൈസബിൾ കുറ്റമാണ്. അതായത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാം.
ഈ കുറ്റം ബെയിലബിൾ ആണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കും. അറസ്റ്റ് ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും അഡ്വക്കേറ്റ് ദീപ ജോസഫിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ ഔദാര്യം വേണ്ട എന്ന് എന്തുകൊണ്ടാണ് ദീപ ജോസഫ് എന്ന ആക്ടിവിസ്റ്റ് പറഞ്ഞില്ല? അത് അറസ്റ്റ് ഭയന്നിട്ടല്ല, മറിച്ച് കോടതിയിലെ ദൈവങ്ങളെ എന്നും താണുവണങ്ങുന്ന ദൈവങ്ങളെ ഓരോ ഈ രണ്ട് വാക്കിനിടയിലും മൈ ലോഡ് എന്ന് വിളിച്ച് ദൈവങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനകത്ത് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റും അങ്ങനെ ചെയ്യില്ല. അവരെ കോടതി അപമാനിച്ചാൽ പോലും മൈലോഡ് അല്ല മിസ്റ്റർ ജഡ്ജ് എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. എന്തിനാണ് ഈ മൈലോഡ്? ഏത് പഴയ ലോഡ് അവരൊക്കെ ആയിരുന്നു, ലോർഡ് സിംഗ്ലൻ അവരൊക്കെ ആയിരുന്നു ജഡ്ജിമാരൊക്കെ വരുമ്പോൾ ആയിരുന്നിരിക്കാം. ഇപ്പൊ വിളിക്കുന്ന അതുപോലുമല്ല, ആ സിസ്റ്റം നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ലോർഡ് ഇന്ദ്ര, ലോർഡ് വിഷ്ണു എന്നൊക്കെ പറയണ പോലെ അതിന് തുല്യമായിട്ടാണോ ഇവരെ ഈ ലോഡ് മിലോഡ്? അത് നമ്മൾ ഈ സുപ്രീം കോടതിയിലെ ആർഗ്യുമെന്റ്സ് കേട്ടോണ്ടിരിക്കുമ്പോൾ, പ്രൊസീഡിങ്സ് കേട്ടോണ്ടിരിക്കുമ്പോൾ വെരി വെരി സീനിയർ അഡ്വക്കേറ്റ്സ് ലൈക്ക് കപിൽ സിബാൽ ഇവരൊക്കെ പോലെ അഡ്വക്കേറ്റ് തന്നെ ഓരോ ഈ രണ്ട് വരിയുടെ ഇടയിലും മിലോഡാണ്. മിലോഡ്, യു നോ ദാറ്റ് ഐ വാസ് ഗോയിങ് മിലോഡ്. ഞാനിത് എന്താണ് ഇതെല്ലാം കേട്ടിട്ട് ഇവരിങ്ങനെ സുഹിച്ചിരിക്കുകയാണ് മിലോഡ്. അതുകൊണ്ടാണ് അവർക്ക് ചില മനുഷ്യർക്ക് വേണ്ടി ഔദാര്യം ചെയ്തു കൊടുക്കാന്ന്. എനിക്ക് തന്റെ ഔദാര്യം വേണ്ടടോ. ഞാൻ തൻ്റെ അടുത്ത് വന്ന നീതിക്കും നിയമത്തിനുമാണ്. താൻ അത് നടത്തിയാൽ മതി. ഇറ്റ് ഈസ് ഫോർ ദാറ്റ് യു ആർ ബീങ് പെയ്ഡ് എന്ന് സുപ്രീം കോടതി ജഡ്ജി അല്ല ചീഫ് ജസ്റ്റിസ് ആണല്ലോ അയാളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഏത് ഇന്ത്യൻ സിറ്റിസണുമുണ്ട്. അഡ്വക്കേറ്റ് ചെയ്യാത്ത കാര്യം നാളെ ഇവരുടെ കേസ് വരുമ്പോൾ ഈ കോടതി വലിച്ചെടുത്ത് എറിയോന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റും ജഡ്ജിമാർക്കെതിരെ മിണ്ടത്തില്ല, എന്ത് വന്നാലും മിണ്ടത്തില്ല. സാധാരണ ആളുകൾ പറയും, അഡ്വക്കേറ്റ്സ് മിണ്ടില്ല. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. റേപ്പിന് അല്ലെങ്കിൽ ലൈംഗികമായ അതിക്രമണത്തിന് വിധേയയായ സ്ത്രീക്ക് സംരക്ഷണം എന്ന മറ്റ് അവളെ അദൃശ്യയും അനാമികയുമായി മാറ്റുന്ന പുരുഷാധിപത്യ സമൂഹത്തിന്റെ നീതി വ്യവസ്ഥകളെയാണ് ഞാൻ ഇരയല്ല, അതിജീവിതയല്ല, ആശ എന്ന 4 വാക്കുകളിലൂടെ ഡോക്ടർ ആശ ആച്ചി ജോസഫ് ഒരു നീർക്കുമുള പൊട്ടിക്കുന്ന ലാഹോദര പൊട്ടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി പോലീസ് എന്ത് ചെയ്യും? അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തതിന് അതിജീവിതയെ തന്നെ അറസ്റ്റ് ചെയ്യുമോ? അതിജീവിതയുടെ പേരും ഫോട്ടോയും പ്രസിദ്ധീകരിച്ച മലയാള മനോരമയുടെ ലേഖകനെയും എഡിറ്ററെ അറസ്റ്റ് ചെയ്യുമോ? ആ വാർത്തയും അതിജീവിതയുടെ ഫോട്ടോയും കൊടുത്ത മറ്റു വാർത്താ ചാനലുകളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും അറസ്റ്റ് ചെയ്യുമോ? വെറും 4 വാക്കുകളിലാണ് ഡോക്ടർ ആശ ആച്ചി ജോസഫ് സൃഷ്ടിച്ച അതാണ് യഥാർത്ഥ വിപ്ലവം. ഈ വിപ്ലവം ആക്രമിക്കപ്പെട്ട സ്ത്രീകളെ നിയമത്തിലൂടെ അദൃശ്യരും അനാമികമാരുമാക്കി മാറ്റുന്ന ഈ വിപ്ലവത്തെ ആ അപമാനത്തെ മാറ്റാൻ സഹായിച്ചേക്കാം ഒരുപക്ഷെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ്. സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് ഇര, അതിജീവിത എന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഡോക്ടർ ആശ ആച്ചി ജോസഫിന് ഒരു ബിഗ് സല്യൂട്ട്. ഉറപ്പായിട്ടും സർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ദീപ ജോസഫ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, സുപ്രീം കോടതി വിധി എന്തായിരുന്നു എന്നുള്ളത്. അത് ജഡ്ജ്മെന്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നില്ല എന്നത് മാത്രമാണ്, ലാൻഡ്മാർക്കിന്റെ ജഡ്ജ്മെന്റ്സിന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നില്ല എന്നത് മാത്രമാണ് ഇതിൽ വിധി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സാറ് പറയുന്നുണ്ട് സ്ത്രീ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ വിട്ടു എന്നതിനെതിരാണ് നമ്മളിപ്പോ സംസാരിച്ചത്. പക്ഷെ അവരുടെ ഹർജിക്കകത്ത് പറയുന്നുണ്ട് സ്ത്രീ എന്ന പരിഗണന നൽകണം എന്ന് അവരുടെ ഹർജിക്കകത്ത് ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അത് പലപ്പോഴും നമ്മൾ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ സ്ത്രീകളും ഞാൻ പൊതുവെ കാണുന്നത് 2 ദിശയിലേക്ക് പോകുന്ന വള്ളങ്ങളിൽ ഒരേ സമയം കാല് വെച്ചുകൊണ്ട് പോകുന്നവരാണ്. നമ്മൾ നോക്കണം, സ്ത്രീത്വത്തെ അപമാനിച്ചു പറയുമ്പോൾ എന്താണ് ഈ സ്ത്രീത്വം തിരിച്ചു ചോദിക്കണം. നിങ്ങൾ പുരുഷ സങ്കല്പത്തെ കുറിച്ച് നോക്ക്. നമ്മുടെ ഏതോ മോഹൻലാലിന്റെ ഏതൊരു സിനിമയിൽ ഒരു കയ്യിൽ മദ്യവും മറ്റേ കയ്യിൽ സോഡയും വെച്ച് കുടിക്കുന്ന പുരുഷൻ, ഒരു കലാകാരൻ കമലദളം, അത് പുരുഷനാണ്, ഇതാണ്. ചങ്ങമ്പുഴയെ പോലെ കവിത എഴുതുന്ന ആള്, അത് പുരുഷത്തിന്റെ ലക്ഷണമാണ്. അടിച്ച ആളുകളുടെ മണ്ട കീറുന്ന നമ്മുടെ മലയാള സിനിമയിലെ നായകന്മാർ, ഹീറോമാർ, അവര് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. പച്ചത്തെറി മഹത്വമൊക്കെ വിളിക്കുന്നവർ പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. നല്ല ഗായകർ പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഉയർന്ന ജോലി പോകുന്നവർ പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. പട്ടാളക്കാരൻ പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. ഇതെല്ലാം പുരുഷന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് പുരുഷത്വത്തിന് കാണിക്കാനായിട്ട്. സ്ത്രീയുടെ 2 തന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് വൺ ഈസ് വിർജിനിറ്റി, ദ അതർ ഈസ് ചാസ്റ്റിറ്റി. വിവാഹത്തിന് മുമ്പ് അവരുടെ
കന്യക ആയിരിക്കണം. വിവാഹത്തിന് ശേഷം അവര് പതിവ്രത. പതിവ്രതയായിരിക്കണം. നോക്ക്, ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളുടെ കയ്യോ കാലോ മുറിച്ചെടുത്താൽ കിട്ടുന്നതിനേക്കാൾ ശിക്ഷ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്താൽ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ, ഡു യു മീൻ ദാറ്റ് ആംപ്യൂട്ടേറ്റിംഗ് പാർട്ട് ഓഫ് യുവർ ബോഡി ഈസ് ഓഫ് എ ലെസർ ഇമ്പോർട്ടൻസ് ദാൻ റേപ്പിംഗ് യു? നിങ്ങളെ റേപ്പ് ചെയ്യുന്ന വഴി നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിക്ക് നിർബന്ധിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്റെ കയ്യും കാലും വെട്ടിമുറിച്ചത് എന്നോട് ചോദിച്ചിട്ടല്ല, എന്റെ ഇഷ്ടത്തിനല്ല. ഇനി ഒരു ആക്ട് പെർസെ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയല്ലേ വിവാഹത്തിൽ നടക്കുന്നത്. ഭർത്താക്കന്മാര് ഭാര്യമാരോട് മര്യാദയായിട്ട് പെരുമാറാത്ത എത്രയോ കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി പോട്ടെ, അതിപ്പോ സോഷ്യൽ ലെജിറ്റിമസി കിട്ടിക്കഴിഞ്ഞാൽ ദ ആക്ട് ഓഫ് സെക്സ് എന്ന് പറഞ്ഞ പവിത്രമാണ്. സോഷ്യൽ ലെജിറ്റിമസി കിട്ടിയില്ലെങ്കിൽ അത് അവൾ പതിതയാകുന്നു. ആ ആക്രമിക്കപ്പെട്ടവൻ അതിലൊരു ക്രൈമാണ് ചെയ്ത്, അയക്കെതിരെ നടപടി വേണം. പക്ഷെ ആ നടപടി ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീ പതിതയായി, സ്ത്രീയുടെ എല്ലാം പോയി, അവളിന് സമൂഹത്തിന് മുമ്പിൽ അവളുടെ മുഖം പോലും കാണിച്ചുകൂടാ എന്ന് പറയണത്, ഈ സ്ത്രീകളുടെ മുഴുവൻ അസ്തിത്വം എന്ന് പറയണത് ഈ ഒരു തുണ്ട് തൊലിയിലാണെന്നായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നമ്മളെ. ഇതിന് ഈ സ്ത്രീത്വത്തിനെയാണ് സ്ത്രീകൾ എടുത്ത് ദൂരെ എറിയേണ്ടത്. നമ്മൾ നോക്കണം, ഇപ്പം എന്താണ്, ഈ റേപ്പിന് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുമ്പോൾ സ്വയം ചോദിക്കണം, ഇതാണോ സമൂഹത്തിലെ ഏറ്റവും വലിയ കുറ്റം? ഇതാണോ? അത് വലിയ കുറ്റമാണ്, പക്ഷെ അതാണോ ഏറ്റവും വലിയ കുറ്റം? അതിനെന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മുടെ ശിക്ഷ കൂടുന്നതനുസരിച്ച് കൺവിക്ഷൻ റേറ്റ് കുറയുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ശിക്ഷ കുറച്ചിട്ട് ടൈം ഫ്രെയിം വെച്ചിട്ട് ഈ ഇത്തരം കേസുകൾ നടത്തുന്നത്. ഇതിന് അപ്പീൽ പോകണ്ടേ? ഇപ്പം നമ്മളിപ്പോൾ ടാഡ അനുസരിച്ച് ഒരു കേസ് കണ്ടെടുക്കുകയാണെങ്കിൽ ഒറ്റ കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ മാത്രമേ അപ്പീലുള്ളൂ. അതുപോലെ ഇതിന് റേപ്പ് വരുമ്പോൾ പ്രത്യേകം ഫാമിലി കോടതിയിലോ പ്രത്യേകം കോടതിയിൽ ഉണ്ടാക്കണം. ഒറ്റ അപ്പീലേ പാടുള്ളൂ. 4 മാസത്തിനകം കേസ് തീർക്കണം. ശിക്ഷയുടെ ഈ തൂക്കിക്കൊല്ലൊന്നും വേണ്ട. 4-5 കൊല്ലം ശിക്ഷിച്ചാൽ തന്നെ അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. ആളുകൾക്ക് ജസ്റ്റിസ് കിട്ടും. ഇത് 10 കൊല്ലമൊക്കെ ഇതിന്റെ പുറകെ നടക്കുമെന്ന് പറയണമെങ്കിൽ എന്തിന്റെ പുറകെ നടന്നതെന്ന് സ്വയം ചോദിക്കണം. എന്തിന്റെ പുറകെ നടന്നു? അവസാനം എന്തെങ്കിലും ഒരു സാങ്കേതിക ഇതിന്റെ പറഞ്ഞിട്ട് അയാളെ അങ്ങ് വെറുതെ വിടുന്നു. എന്തൊരു ടോർച്ചറാണ്, ജുഡീഷ്യൽ ടോർച്ചറാണ് ഈ നടക്കുന്നത്. ഒബ്വിയസ്ലി ഏറ്റവും കോമഡി ആവുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പോലും സിദ്ദിഖിനെതിരെയൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു അലിഗേഷൻ വരുമ്പോൾ ഇപ്പോഴാണ് അയാളുടെ പൊട്ടൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നത്. അതൊക്കെ എത്ര സ്റ്റുപ്പിഡിറ്റി സ്റ്റുപ്പിഡാണ്. 10 വർഷം മുമ്പ് റേപ്പ് ചെയ്ത ആൾക്ക് ഇപ്പൊ പൊട്ടൻസി ഉണ്ടോ എന്ന് നോക്കുന്നതൊക്കെ നമ്മുടെ കോടതിയൊക്കെ ഇത്രയും അങ്ങോട്ട്. നമ്മള് കോടതിയുടെ രീതികൾ നമ്മൾ ചർച്ച ചെയ്യാറില്ല. കോടതി പറയണത് ഏറ്റവും പുണ്യവാക്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് കോടതികൾ ആളുകളെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നില്ല. ഈ ദീപ ജോസഫിന്റെ അകത്ത് തന്നെ ഉത്തരവിൽ അതുണ്ട്, കാരണം അവർ ആപ്ലിക്കേഷൻ കാവിയറ്റിലാണ്. പക്ഷെ കോടതി പരാമർശിച്ചു, നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. എന്താണ് സ്ത്രീയെ അറസ്റ്റ് ചെയ്തൂടെ? ക്രൈമാണ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. അതല്ലേ ചെയ്യേണ്ട കോടതി? കോടതി എന്തിനാ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔദാര്യം കൊടുക്കണേ? അല്ല, ഉറപ്പായിട്ടും അതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും ന്യായമായിട്ടുള്ള ഒരു അവകാശം, അഭിമാനം, സ്വകാര്യത എല്ലാം ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണല്ലോ. അതാ ദീപ ജോസഫ് എന്ന സ്ത്രീക്ക് സുപ്രീം കോടതിയിലെ 2 പുരുഷ ജഡ്ജിമാർ കൊടുക്കുന്ന ഔദാര്യമാണ്. അത് വേണ്ടടാ എന്ന് പറയാൻ നോക്കണം. ഇത് വേണ്ടടാ. പക്ഷെ അതേ ദീപ ജോസഫ് തന്നെ കൊടുത്ത ഹർജി കേസ് സ്ത്രീ എന്ന പരിഗണന നൽകണം എന്നൊരു വാക്കുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതാ ഞാൻ പറഞ്ഞ, സ്ത്രീകൾ 2 വള്ളത്തിൽ, എതിർ ദിശയിൽ പോകുന്ന 2 വള്ളത്തിൽ യാത്ര ചെയ്യുന്നു. ഒരേ സമയം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അവര് അപമാനിച്ചെന്ന് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം സ്ത്രീത്വമാണ് അവരുടെ യഥാർത്ഥ ശത്രു എന്ന് അവർ തിരിച്ചറിയുന്നില്ല. പഴയ വാല്യൂസ് ഒക്കെ ഒന്നും വേണ്ട. സംവരണം, സ്ത്രീ സംവരണം, ഞങ്ങൾക്ക് സംവരണം വേണ്ട എന്ന് പറയണം. സംവരണം വേണ്ടാന്ന് ഞങ്ങൾ വി വിൽ ഫൈറ്റ്. ഇപ്പം നിയമസഭ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ഉണ്ടാകണം. 140 MLA-മാരുള്ള 141 MLA-മാരുണ്ടെങ്കിൽ 70 പേര് ഞങ്ങൾ സ്ത്രീകൾ എല്ലാ പാർട്ടിയിലും ഞങ്ങൾ വേണമെന്ന് പറയണം. മോർ ദാൻ 50% ആർ വിമൻ. എന്തിനാണ് ഇവർ ഈ ആണുങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്? അവര് മുമ്പോട്ട് വന്നെ, അവര് മറ്റു സ്ഥാനാർത്ഥികൾക്ക് എതിരെ നിൽക്കണമെന്നേ, ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സിനെതിരെ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ ഔദാര്യം വേണ്ട എന്ന് പറയണതാണ് ആത്മാഭിമാനം. ആത്മാഭിമാനമുള്ള ഒരു ഔദാര്യം വേണ്ട എന്ന് പറയും. ഈ മെൻസ് കമ്മീഷനെ എതിർക്കുന്ന പെണ്ണുങ്ങളും ഇതൊന്ന് ചിന്തിക്കണം, നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർക്കൊരു മെൻസ് കമ്മീഷൻ വന്നതുകൊണ്ട് സ്ത്രീക്ക് എന്ത് മോശം വരാനാണ്? വിമൻസ് കമ്മീഷൻ വന്നതുകൊണ്ട് സ്ത്രീക്ക് എന്ത് ഗുണമുണ്ടായി? ഒരു ഗുണം ഉണ്ടായില്ല. മെൻസ് കമ്മീഷൻ വന്നതുകൊണ്ട് അവർക്കൊരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. വിമൻസ് കമ്മീഷൻ വന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അത് ഞാനൊരു ആദ്യത്തെ വനിതാ കമ്മീഷൻ അംഗം ചെയർപേഴ്സൺ ആയിരുന്നു സുഗതകുമാരി.
ആ. അപ്പൊ സുഗതകുമാരി ഇരിക്കുമ്പോൾ ഞങ്ങള് സെക്സ് വർക്കേഴ്സിന്റെ അവിടെ അവർക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊന്ന് കുറച്ച് സെക്സ് വർക്കേഴ്സിന് ഇവരുടെ എന്തോ ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇവർക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അഭയ അവിടെ ഇവിടെ നിർത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ കുറെ പേര് അവരുടെ കുട്ടികളെ സെക്സ് വർക്കിന്റെ കുട്ടികൾക്ക് അവർ സെക്യൂരിറ്റി ഇല്ല, വീട്ടിലാരും കാണാൻ നിർത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അമ്മമാര് കാണാൻ വന്നപ്പോ ഇവരെ അനുവദിച്ചില്ല. ഇവരോട് നിങ്ങൾ കാണണ്ടാന്ന്. അപ്പൊ അതിന് അവര് പറഞ്ഞ ന്യായം, ആ കുട്ടികൾ നിങ്ങളുടെ വഴി പിന്തുടർന്ന് വന്നുകൂടാ. അതിന് സുഗതകുമാരി, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ ഒരു മീറ്റിംഗ് കൂടിയപ്പം ഇവര് തുറന്നു പറയും, എന്നിട്ട് ഇവര് പറയുകയും ചെയ്തു, ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളരണം ഞങ്ങൾ തീരുമാനിക്കാം, ഞങ്ങൾക്ക് കുട്ടികൾക്ക് അമ്മയെ കണ്ടുകൂടാത്ത രീതിയിൽ തടങ്കൽ പാളയത്തിൽ വെക്കാനുള്ള അതല്ല നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത്, അങ്ങനെയുള്ള നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ലൈംഗിക തൊഴിലാളികൾക്ക് സ്ത്രീകളെ കുറിച്ചുണ്ടായ അവബോധം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഇല്ലായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. ഉറപ്പായിട്ടും ഇപ്പൊ ആരാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ? ഐ ഡോണ്ട് നോ. നമ്മുടെ ആലോചിക്കുന്നു. അത്ര റിലവൻസി ഉള്ളതിന് ഞാൻ പറഞ്ഞ അത്ര റിലവൻസി ഉള്ളൂ. ഇത് കുറച്ചു പേർക്ക് ശമ്പളം മേടിച്ചിരിക്കാനുള്ള മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. ആരാണ് മനുഷ്യൻ? ഉറപ്പായിട്ടും നമ്മുടെ ആശാച്ചി ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണത്. പിന്നെ അവരിത് മുഴുവൻ പൊളിച്ചു, സകല സാധനം അവര് പൊളിച്ചു. ഞാൻ അതിജീവിത സർവൈവർ വിക്ടിം ഇങ്ങനത്തെ കുറെ സാധനത്തിന്റെ അത് ശരിക്കും നമ്മളെ നിശബ്ദരാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് എല്ലാവർക്കും അറിയാം ആരാണ് എന്നുള്ളത്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാവനയുടെ കേസിൽ പോലും അവര് സധൈര്യം അവർ മുന്നോട്ട് വന്ന് അവരും ഇതുപോലൊരു നീക്കം നടത്തിയ ഒരു ലേഡിയാണ് അവര്. അവരുടെ എന്റെ മുഖം നിങ്ങൾ ബ്ലർ ചെയ്യണ്ട, എന്റെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, നാട്ടിലെ എല്ലാവർക്കും അറിയാം ഭാവനയാണ് സർവൈവർ എന്ന് നമ്മൾ പറയുന്ന ആള് എന്നുള്ളത്. എന്നിട്ടും ഭാവനയുടെ പേര് പറയാൻ പാടില്ല, ഫോട്ടോ വെക്കാൻ പാടില്ല. അപ്പോഴൊക്കെ നമുക്കെതിരെ കേസ് വരുന്ന രീതിയായിരുന്നു. പക്ഷെ അവരും ഇതുപോലെ തന്നെ മുന്നോട്ട് വന്നൊരു ലേഡിയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളതും ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. അവരത് 8-9 വർഷം എടുക്കേണ്ടി വരുന്നു. പക്ഷെ അവർ കൊച്ചുകുട്ടിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, പിന്നെ സിനിമയിൽ അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, ലോകത്തിന്റെ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇവർ ആദ്യം തന്നെ ഇത് പറയുകയാണ്. ഇവര് മറ്റേ ഭാവനയെ ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. നമ്മുടെ മലയാള സിനിമയിലും മറ്റ് പല തീപ്പൊരി സ്ത്രീവാദികളുണ്ട്. അവരാരും ആരാണ് എന്നെ മമ്മൂട്ടിയോ മോഹൻലാലോ ഇതൊക്കെ നമുക്ക് സൂചന തരും. അവരെന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് ആരും പറയുന്നില്ല. മോശമായി പെരുമാറി എന്ന് പറയും. ഇന്നൊരു സിനിമയുടെ ഒരു സെറ്റിൽ വെച്ച് എന്നോടൊരു നടൻ മോശമായി പെരുമാറി, ഇന്ന സെറ്റിൽ വെച്ച് എന്നോട് ഇന്ന നടൻ ഇന്ന പോലെ പെരുമാറി എന്ന് ഇവരാരും പറയുന്നില്ലോ. അതിന് കേസ് കൊടുക്കുന്നില്ല ഇവര്. അത്ര എഫേർട്ട് ഒന്നും എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്തരം ആക്ടിവിസ്റ്റുകളുടെ, ഇപ്പൊ ദീപ ജോസഫ് ഒരു ആക്ടിവിസ്റ്റ് ഞാൻ കേട്ടിരിക്കണേ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവര് പുരുഷാധിപത്യമുള്ള ഒരു ബെഞ്ചിൽ നിന്ന് കേൾക്കുന്ന അപമാനകരമായ, സ്ത്രീ എന്നുള്ള നിലയിൽ മാത്രം നൽകുന്ന പരിഗണന എന്ന അപമാനം തോട് പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ നിൽക്കുക ചെയ്യുന്നത്. അവിടെയാണ് ഡോക്ടർ ആശയുടെ പ്രസക്തി കൂടുന്നത്. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ.